ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ചങ്കുകൾക്കും സുഖമാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞാൻ വന്ന് കഥകളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നാളായി. ഇപ്പോൾ അതങ്ങ് മതിയാക്കി. കാരണം കുറേയൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചോ ഇനി എന്തിനീ വീഡിയോസൊക്കെ ഇടുന്നെന്ന്. അങ്ങനെ ഇന്ന് ഞാൻ ജോലിയും കഴിഞ്ഞ് തിരിച്ച് വന്ന വഴിക്ക് എന്നെ മോൻ ഇന്ന് വിളിക്കാനൊക്കെ വന്നു. അങ്ങനെ ഞാനും മോനും കൂടെ കുറച്ച് സമയം ബീച്ചിലൊക്കെ പോയി. അവിടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിന് എന്നതുകൊണ്ടാണ് മോൻ എന്നെ ഇന്ന് വിളിക്കാൻ വന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇന്ന് നേരത്തെയാണ്, ഇത്രയും നേരത്തെ ഞങ്ങൾ പോയിട്ടില്ല. എന്നും അങ്ങ് ലേറ്റായിട്ടായിരിക്കും പോകുന്നത്. ചെന്നപ്പോൾ നല്ല രസമായിരുന്നു. ഒരു സ്കൂളിൽ കൊച്ചു കൊച്ച് കുഞ്ഞുങ്ങളെയും കൊണ്ട്, എന്ന് വെച്ചാൽ നഴ്സറി കൂട്ടുകാരെയും കൊണ്ട് കുരുന്നുകൾ കുറേ ടീച്ചേഴ്സും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ നേരം അങ്ങ് നിന്നു. അവർ തിര കാണുന്നതിൻ്റെ തിരക്കിലാണ്. അന്നേരം കുരുന്നുകൾക്ക് ഓരോരുത്തർക്കും ഓരോരോ ആവശ്യങ്ങളാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 3 കുഞ്ഞുങ്ങൾ, അവർക്ക് ഐസ്ക്രീം വേണം. ഉടനെ ടീച്ചേഴ്സ് ആരും അത് വാങ്ങി കൊടുത്ത് അങ്ങനെ കുഞ്ഞുങ്ങൾ എൻ്റെ തൊട്ട് മുമ്പിലിരുന്ന്, ഞങ്ങളുടെ തൊട്ട് മുമ്പിലിരുന്ന് ഐസ്ക്രീമൊക്കെ ഇങ്ങനെ നുണഞ്ഞ് കുറേ നേരം ഇരിക്കുന്നു. അത് കണ്ടപ്പോൾ എനിക്കൊന്ന് കഴിക്കണമെന്നുണ്ട്. പിന്നെ കൊച്ചുങ്ങൾ അവിടെയൊക്കെ കപ്പലണ്ടി കുറിക്കുന്നു, ഓടി ചാടി നടക്കുന്നു. ഇടയ്ക്ക് ഞങ്ങളെയും വാച്ച് ചെയ്യുന്നുണ്ട് ഈ കുഞ്ഞുങ്ങൾ. അങ്ങനെ ഇന്ന് പിന്നെ 2 കുതിരകളുണ്ട്. അതാണ് യഥാർത്ഥ വിശേഷം. അതിനാണെങ്കിൽ എല്ലും തോലുമായിട്ട് അത്രയ്ക്ക് ഒരു ആരോഗ്യമില്ലാത്ത കുതിരകൾ 2 എണ്ണം. അതാ ആരോഗ്യമില്ലാത്ത 2 കൊച്ചു പിള്ളേരാണ് ഈ കുതിരകളെ നോക്കാനായിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഇരുന്നപ്പം കാണാം ഒരു കൊച്ചു മോനാണ്, ഒരു 10 വയസ്സ് കാണും. അവനാണെങ്കിൽ നല്ല ഫാറ്റി ആയിട്ടുള്ള ഈ മോൻ എന്തോ ഇതില്ല, അതിനെ കുതിരയുടെ പുറത്ത് കയറണം. അങ്ങനെ അള്ളിപ്പിടിച്ച് എങ്ങനെയെങ്കിലും അതിൻ്റെ പുറത്ത് കയറിയിരുന്ന് അങ്ങ് പേടി. എന്നിട്ട് പിന്നെ കുറച്ച് സമയം ആ മോനെയും കൊണ്ട് ഇങ്ങനെ കുതിര കുറച്ച് നേരം അങ്ങ് മുന്നോട്ട് പോയി. പിന്നെ അവൻ്റെ പേടിയൊക്കെ അതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ അങ്ങ് മാറി. അവൻ ഗമയിലിരുന്ന് ഇങ്ങനെ പോകുന്നത് കണ്ടു. അന്നേരം എൻ്റെ മോൻ പറയാം. അന്നേരം ഞാൻ ആ മോൻ്റെ ഒരു വീഡിയോ അങ്ങ് പിടിച്ചു. അന്നേരം എൻ്റെ മോൻ പറയുകയാണ്, ഇതാണ് ആളുകളുടെ കുഴപ്പം. എന്തെങ്കിലും ആരുടെയെങ്കിലും കഷ്ടതകൾ കണ്ടാലും ഉടനെ തന്നെ വീഡിയോ അങ്ങ് എടുത്തു കളയും എന്ന് പറയുന്നു. കൊച്ചിൻ്റെ കഷ്ടതയെന്ന് പറഞ്ഞാൽ അതിൻ്റെ മേളിൽ അള്ളിപ്പിടിച്ച് കയറാനുള്ളതാണ്. അത് കണ്ടപ്പോൾ എൻ്റെ മോൻ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞാനും മോനും കൂടി ഇരുന്ന് അവിടെ പല കാര്യങ്ങളും ഇങ്ങനെ ചർച്ച ചെയ്തു. അന്നേരം മോൻ എൻ്റെ അടുത്ത് പറഞ്ഞ്, അമ്മ എനിക്കൊരു പട്ടിക്കുട്ടിയെ മേടിക്കണമെന്ന്. പട്ടിക്കുട്ടിയെ ഇനി കൊണ്ടുവന്ന അമ്മയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടും. ഇപ്പോൾ അമ്മ വേണ്ടെന്ന് പറഞ്ഞാലും തക്കുട് വാവയെന്നും പറഞ്ഞ് വിളിച്ച് ഞാനങ്ങ് ഓമനിക്കും. കൊണ്ടിങ്ങി തരികയാണ് ചെയ്യാൻ പോകുന്നതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ അത് വേണ്ട, അതിനെക്കാട്ടിൽ നല്ലത് ഒരു 10 കോഴിയെ വളർത്താം. അതാകുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് മുട്ടയും കിട്ടും എന്നെല്ലാം ഞങ്ങളുടെ ഓരോരോ കൊച്ചു അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ ഇരുന്ന് രസിച്ച് കുറേ സമയം ഇരുന്ന്. അവിടെ ചെന്നിരുന്നാൽ എനിക്കൊരു 10 രൂപയുടെ കപ്പലണ്ടി കുറിക്കുന്നൊരു ശീലമുണ്ട്. അങ്ങനെ 10 രൂപയുടെ കപ്പലണ്ടി മേടിച്ച് കുറിച്ചപ്പോൾ അവന് വേണ്ട. അവന് പിന്നെ കപ്പലണ്ടി കണ്ട അവന് ഭയങ്കര ദേഷ്യമാണ്. അമ്മ കപ്പലണ്ടി ഒന്നും കഴിക്കരുത്, കൊളസ്ട്രോൾ വരുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മളെ വിലക്കും, കഴിക്കാൻ സമ്മതിക്കത്തില്ല. പിന്നെ ഞാൻ നിർബന്ധിച്ചൊരു 3-4 എണ്ണം കഴിക്കാൻ കൊടുത്തു. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. പിന്നെയും കുറേ സമയം ഞങ്ങൾ അവിടെ ഇരുന്നു. അപ്പോൾ ഒരാൾ അതിൻ്റെ തിരയുടെ അടുത്ത് തന്നെ ചെന്ന് നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് അരമണിക്കൂർ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പുള്ളി അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നു. പിന്നെ ഇന്ന് വൈകുന്നേരം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഒരു തിരക്കുമില്ല. നല്ല സുഖമായിട്ട് അവിടെ എല്ലാം നടന്ന് കാണാം. നല്ല വെയിലും ഉണ്ടായിരുന്നു. ആ വെയിലത്ത് കുറേ സമയം അങ്ങനെ അവിടെ അങ്ങ് ഇരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം. ഇന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾ മെയിനായിട്ടും വാങ്ങിച്ചത്, അവിടെ ചെന്നപ്പോഴും 2-3 എണ്ണം ഓർത്ത് അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് പയ്യെ ഇഞ്ഞ് വീട്ടിലേക്ക് ഇഞ്ഞ് വന്ന് ഇവിടെ ഇരിക്കുന്നു. വന്ന് കയറിയ വഴിയാണ് ഒരു വീഡിയോ എങ്കിൽ പിന്നെ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചത്. അങ്ങനെ കൂട്ടുകാരെ, ഞാനിന്ന് ധന്യ സൂപ്പർ മാർക്കറ്റിലാണ് പോയത്. അവിടുന്ന്
വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾ എല്ലാ കൂട്ടുകാരെയും കാണിക്കാം. ധന്യ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങളാണ്. ഇത് നമ്മുടെ ലിക്വിഡ് കഴുകാനുള്ള, വാഷിംഗ് മെഷീനിൽ കഴുകാനുള്ളത്. പിന്നെ ദാണ്ട ഈ സാധനം എന്തുവാണെന്ന് നോക്കട്ടെ. മോൻ്റെ ഒരു സാധനമാണ്. കണ്ടാ ഇതാണ് ചിക്കൻ സോസേജ് എന്ന് പറയുന്ന സാധനം. ഇതൊക്കെ ഈ കൊച്ചിൻ്റെ ഓരോ സാധനങ്ങളാണ്. ഇനി നമുക്കിതിനകത്തേക്ക് നോക്കാം. എല്ലാവരും കണ്ട ഇതൊക്കെ എന്തുവാ സാധനം നോക്കട്ടെ. സ്പൈസി ചങ്കി ചിക്കൻ. ഇതൊക്കെ ഈ വല്ലപ്പോഴും ധന്യയിൽ പോകുമ്പോൾ മാത്രം വാങ്ങിക്കുന്ന സാധനങ്ങളാണ്. അതിന് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. അടുത്തത് ഒരു സാധനം കൂടെ ഉണ്ട്, അതുപോലെ സെയിം. ഇതിനകത്ത് വെള്ളം ഒഴിച്ച് വേണ്ട, സെയിം സാധനം തന്നെ. വെള്ളം ഒഴിച്ച് ഇത് ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ഫുഡായിട്ട് ഉപയോഗിക്കാം. അതാണെന്ന് തോന്നുന്നു. ഞാൻ ഇതൊന്നും ഉപയോഗിക്കാറില്ല. ടിൻ ഫുഡുകളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. എനിക്ക് ഞാനുണ്ടാക്കുന്ന ചോറും കറിയൊക്കെ കഴിക്കുന്നതാണ് ഇഷ്ടം. കണ്ട പഞ്ചസാര കണ്ട. ഇന്നത്തെ ഞാൻ വാങ്ങിക്കൊണ്ട് വന്ന എൻ്റെ സാധനങ്ങൾ വീട്ടിലേക്ക് വേണ്ടുന്നത് കണ്ട. പെപ്പർ, ബ്ലാക്ക് പെപ്പർ, കുരുമുളക് പൊടി കൂടുതലും ഉപയോഗം മോനാണ്. അവന് മുട്ട പുഴുങ്ങി അതിനകത്ത് കുരുമുളക് പൊടി ശകലം ഇടുന്നത്. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയ ശീലങ്ങളാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇങ്ങനത്തെ ശീലക്കേടുകളൊന്നുമില്ല. മല്ലിപ്പൊടി, പിന്നെ അടുത്ത സാധനം ഗരം മസാല. ഇതൊക്കെ പൊടിച്ച് വേണം ഉപയോഗിക്കേണ്ടതെന്ന് പറയും, പക്ഷേ ഞാൻ അങ്ങനെ അല്ല. ഇതൊക്കെ എളുപ്പത്തിന് കിട്ടുന്നത് കൊണ്ട് ഇങ്ങനെ തന്നെ അങ്ങ് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, തേയില, AVT ഇതെല്ലാം വാങ്ങിച്ച് ഇവിടെ വന്നിരിക്കുമ്പോഴാണ് വീഡിയോ ഇടുന്നത്. എല്ലാ കൂട്ടുകാരും കണ്ട ഇന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾ ധന്യ സൂപ്പർ മാർക്കറ്റ്. അങ്ങനെ ധന്യ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എല്ലാ കൂട്ടുകാരും ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങളെല്ലാം കണ്ടല്ല. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. ഇനി അടുത്തത് ഞാൻ വന്ന പാടെ ഇരിക്കുകയാണ്. എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണം. ഇന്ന് രാവിലെ ഞാൻ കൊണ്ടുപോയ ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ അത് അപ്ലോഡ് ചെയ്തില്ല. ഇനി ആ വീഡിയോയും ഇടും. ഇന്ന് എനിക്ക് ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കണമെന്ന് നല്ല ആഗ്രഹം. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അതങ്ങ് വിട്ടു നിന്നതാണ്. വന്ന് കാര്യങ്ങൾ പറയുന്നത് കൂട്ടുകാർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് വിചാരിച്ചാണ്. എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാ കൂട്ടുകാർക്കും ഇനി കുറേ നാളായി കണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവർക്കും നല്ല ഒരു ദിവസം നാളെയും ആകട്ടെ എന്ന് ആശംസിക്കുന്നു കൂട്ടുകാരെ. എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ്.